രഥത്തിൽ പുളകിതയായിരിക്കുന്നു. സാൽവനെ കണ്ടുമുട്ടുമ്പോഴുള്ള ആ സുന്ദര നിമിഷങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് രഥത്തിൽ പുളകിതയായിരിക്കുന്നു. ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. പാവം ഇപ്പോൾ അന്തപുരത്തിൽ തളർന്ന് കിടപ്പുണ്ടായിരിക്കും. തന്നെ കാണുമ്പോൾ ആ ഹൃദയം ആനന്ദപൂരിതമാകും. വാരിപ്പുണർന്ന് ആശ്ലേഷിക്കും. പാടിക്കുത്തിക്കാരടിയനായ ഭീഷ്മനെ പോലും പരാജയപ്പെടുത്തി തന്നെ അനുമോദനങ്ങൾ കൊണ്ട് മൂടും. സലുരാജാം ഞാനിതാ എത്തിക്കഴിഞ്ഞു. രഥം സാൽവന്റെ ഗോപുര കവാടത്തിൽ എത്തിക്കഴിഞ്ഞു. അന്തരക്ഷരവിന്റെ സന്ദേശം ദ്വാരപാലകന് കൈമാറി. രാജാങ്കണത്തിലേക്ക് കയറ്റി നിർത്തിയ രഥത്തിൽ നിന്നും അമ്പ ചാടിയിറങ്ങി. കൊട്ടാരവാസികളും പരിസേവകരും ആഹ്ലാദിച്ചു. സ്വയംവര മണ്ഡപത്തിലേക്ക് അപമാനഭാരത്താൽ നിത്യവിഹിതനായി കഴിഞ്ഞിരുന്ന പൊന്നുതമ്പുരാന്റെ പ്രിയവധു അമ്പ എത്തിയിരിക്കുന്നു. കൊട്ടാരവാസികൾ അമ്പയെ സാൽവന്റെ സന്നിധിയിലേക്ക് എതിരേറ്റു. അമ്പ കണ്ടു. നിറമിഴികളിൽ കൂടി തന്റെ പ്രിയതമനെ കണ്ടു. അദ്ദേഹം സിംഹാസനത്തിൽ തളർന്നിരിക്കുന്നു. തന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ലേ? അതോ പൊട്ടുന്ന ഹൃദയത്തോടുകൂടി നിശ്ചലനായി പോയോ? അമ്പ സാൽവന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആര്യപുത്ര പെട്ടെന്ന് അദ്ദേഹം ചാടിയെഴുന്നേറ്റു. സഭാവാസികൾ ഞെട്ടിപ്പോയി. ആര്യപുത്ര കാശിരാജപുത്രയായ അങ്ങയുടെ പ്രിയപ്പെട്ട അമ്മയാണ് മറന്നുപോയോ? കാശിരാജപുത്രയായ അമ്മ ഇപ്പോൾ ഹസ്തപുരിയിലേക്ക് ചിത്രത്തിന്റെ പ്രഥമകക്ഷിയില്ലേ? ആര്യപുത്ര അങ്ങ് എന്തൊക്കെയാണ് പറയുന്നത്? എന്താ ഹസ്തപുരിയിൽ വെച്ച് നിന്റെ കേൾവിയിൽ നഷ്ടപ്പെട്ടോ? അങ്ങയുടെ നാവിൽ നിന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് നാം കേൾക്കുന്നുണ്ട്. എന്നെ വിശ്വസിക്കൂ. അമ്പേ അഗ്നിപരീക്ഷയിലൂടെ വിജയിക്കുവാനും പിന്നീട് വെളിവുണ്ടാകുമ്പോൾ കാട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് രാജധർമ്മം നിലനിർത്താമെന്ന് വ്യാമോഹിച്ച അയോധ്യയിലെ രാമനല്ല ഈ സാൽവൻ. നീ നമ്മുടെ രാജവംശത്തിന് തീരാ കളങ്കമാവാനിച്ച ഹസ്തിനപുരിയിലെ മുഖ്യനാണ് കടന്നുപുറത്ത്. എനിക്കിത് സഹിക്കാൻ വയ്യ. അങ്ങനെ വിശ്വസിക്കൂ.
എന്നെ സ്വീകരിക്കൂ. അമ്മ സാലിന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. കോലികൊണ്ട സാലൻ ഒരു പിശാചായി മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം അമ്പയെ തട്ടിത്തെറിപ്പിച്ച് കലറി, "ആരുടെ ഈ അവസാനിയെ രാജാവിനെ കിടത്തിവിടൂ." സാലൻ സിംഹാസനത്തിന്റെ പടികൾ ചവിട്ടിക്കയറി പോകുന്നു. അമ്മ പൊട്ടിക്കരയുന്നു. പരിചാരികമാർ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കൊട്ടാരത്തിന് പുറത്തെത്തിയപ്പോൾ അവളെ കൊണ്ടുവന്ന് രഥം പോയി കഴിഞ്ഞിരുന്നു. രാജസേവകർ അവളോട് ഉപദേശിച്ചു, "കൊച്ചുതമ്പുരാട്ടി, കടിയങ്ങൾ കാശിരാജ്യത്തെത്തിക്കാം." സൂതൻ കൊണ്ടുവന്ന് നിർത്തിയ രഥത്തിൽ സാവധാനം കയറിയിരുന്നു. രഥം കാശിരാജധാനിയിലേക്ക് നീങ്ങുമ്പോൾ നിറം കണ്ണുകളോടെ സാലിന്റെ രാജധാനിയെ നോക്കി. രഥം കാശിരാജധാനിയിൽ എത്തിച്ചേർന്നു. രഥത്തിൽ തളർന്നിരിക്കുന്ന അമ്പയെ സൂതൻ കുറെ സമയം നോക്കിയിരുന്നു. കൊച്ചുതമ്പുരാട്ടി, ഇറങ്ങിയാലും കാശിരാജധാനിയാണിത്. ശരി സൂത, നീ എന്തിനും എന്നോട് അല്പം ദയ കാണിച്ചല്ലോ. അവൾ കൈവന്നിൽ കിടന്ന ആൺകുലിയം അവന് സമ്മാനിച്ചു. അമ്പ കാശിരാജാവിന്റെ കിടപ്പറയിലെത്തി. സ്വയംവര മണ്ഡപത്തിൽ വെച്ച് അപമാന ഭാരത്താൽ തളർന്നുപോയ കാശിരാജാവ് രോഗശയ്യയിലാണ്. അവൾ അച്ഛന്റെ പാദത്തിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു, "അച്ഛാ, മോളെ, അമ്പേ, നീ എപ്പോൾ വന്നു? എവിടെ? അമ്പികയും അമ്പാലിനെയും വിചിത്രവേദിയും കണ്ടില്ലേ മോളെ?" "ഇല്ലച്ച, അവർ ഹസ്തിനപുരിയിൽ തന്നെയുണ്ട്." "അപ്പോൾ നീ?" "ഞാൻ ഹസ്തിനപുരി ഉപേക്ഷിച്ചു പോന്നു. നേരെ ഇങ്ങോട്ട് പോന്നു." "അല്ല, ഞാൻ സാലിന്റെ കൊട്ടാരത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, എന്റെ ജീവനേക്കാൾ ഉപരിയായി." എന്നിട്ട് സ്വയംവര മണ്ഡപത്തിൽ വെച്ച് ഭീഷ്മരന്റെ കൈപിടിച്ച് ഹസ്തിനപുരിയിലെ അന്തഃപുരത്തിൽ 2 ദിവസം കഴിയേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം എന്നെ സ്വീകരിച്ചില്ല. നീതി നടപ്പാക്കേണ്ട രാജാവിനെ ലോക അപവാദത്തിൽ മുങ്ങിനിന്നുകൊണ്ട് ഭരണം നടത്താനാവില്ല. സാലൻ സത്യസന്ധനും നീതിമാനുമായ രാജാവാണ്. അച്ഛനും അദ്ദേഹത്തെ വ്യാഖ്യാനിക്കുവാനോ അല്ല മകളെ. സ്വാർത്ഥ വികാരങ്ങൾക്കും ബന്ധങ്ങൾക്കും വേണ്ടി നീതിയെ വളച്ചൊടിക്കാനാവില്ല. അതുകൊണ്ട് സ്വയംവര മണ്ഡപത്തിൽ വെച്ച് നിന്റെ കൈപിടിച്ച ഭീഷ്മരോടൊത്ത് കഴിയുന്നതാണ് നല്ലത്. നീ ഹസ്തിനപുരിയിലേക്ക് മടങ്ങിപ്പോകും മകളെ. അച്ഛൻ അദ്ദേഹം ബ്രഹ്മചാരിയാണ്. അയാളുടെ ബ്രഹ്മചര്യം രാജ്യാവകാശത്തെ സംബന്ധിച്ച് സന്തതിന് കൊടുത്ത വാഗ്ദാനം മാത്രമാണ്. അയാളുടെ പുതിയൊരു തലമുറ ഉണ്ടാകുന്നതിനാൽ ആ പ്രതിജ്ഞ നിലനിർത്താൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ആ ചിന്തയോടുകൂടി നീ ഹസ്തിനപുരിയിലേക്ക് മടങ്ങിപ്പോകും മകളെ. അച്ഛനും എന്നെ ഉപേക്ഷിക്കുവാണോ? അല്ല മകളെ. ഭീഷ്മത്തിന്റെ കൈപിടിച്ച വിവരം 14 ലോകങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കാശിരാജധാനി നിന്റെ ജന്മഗൃഹം മാത്രമായിരിക്കുന്നു. അച്ഛന്റെ ഉപദേശം സ്വീകരിച്ച് അമ്മ ഹസ്തിനപുരിയിൽ തിരിച്ചെത്തി. അവിടെ കണ്ടപ്പോൾ അഞ്ചത്തേമാർ ഓടി വന്നു, "ചേച്ചി, സാലു, ഇവിടുത്തെ അന്തഃപുരത്തിൽ ഞാൻ 2 ദിവസം കഴിയേണ്ടി വന്നതുകൊണ്ട് അംബിക എന്നെ സ്വീകരിച്ചില്ല. തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഭീഷ്മരെ തേടിയാണ് വന്നത്. സ്വയംവര മണ്ഡപത്തിൽ വെച്ച് എന്റെ കൈപിടിച്ച ഭീഷ്മരെ തേടി. ചേച്ചി, അദ്ദേഹം വ്യക്തി ബ്രഹ്മചാരിയാണ്. എനിക്കതറിയാം. ആ പ്രതിജ്ഞ ഞാൻ ഒരിക്കലും ലംഘിക്കില്ല. അത് നിലനിർത്തി അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു." ഒരിക്കലും സഫലമാകാത്തതാണ് ചേച്ചിയുടെ ആഗ്രഹം. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, ഭീഷ്മരാണ്. അമ്മ ഭീഷ്മ സന്നിധിയിലേക്ക് അതിവേഗം നടന്നു. അമ്പയെ കണ്ടപ്പോൾ കുറ്റബോധത്തോട് ആദരവോടുകൂടി അവളെ
സ്വാഗതം ചെയ്തു ഭീഷ്മർ. അമ്പേ, നീ ശാലിന്റെ കൊട്ടാരത്തിലേക്ക് പോയിരുന്നല്ലോ, പിന്നെ എന്താണ് മടങ്ങിയെത്തിയത്? അന്ന് എന്റെ കൈ പിടിച്ച് ഹസ്തിനപുരിയിലെ അന്തഃപുരത്തിൽ 2 ദിവസം കഴിഞ്ഞതുകൊണ്ട് ശാന്തി രാജകുമാരനെ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ എന്റെ കൈ പിടിച്ച ഭീഷ്മരെ തേടിയാണ് എത്തിയത്. അമ്പേ, ഞാൻ ഒരിക്കലും വിവാഹം ചെയ്യില്ലെന്ന് എന്റെ പിതാവിനോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയാം, ആ പ്രതിജ്ഞ ഞാൻ ഒരിക്കലും ലംഘിക്കില്ല. അത് നിലനിർത്തി ഞാൻ അമ്മയോടൊപ്പം ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരിക്കലും സഫലമാകാത്തതാണ് നിന്റെ ആഗ്രഹം. വിധി പോലെ നടക്കട്ടെ. അമ്മയുടെ കണ്ണുനീർ കണ്ടു നിൽക്കാൻ കഴിയാതെ ഭീഷ്മർ വിശ്രമ മന്ദിരത്തിലേക്ക് അതിവേഗം നടന്നു. അമ്മയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അതിനുവേണ്ടി എത്ര ജന്മമെടുക്കാനും അവൾ ഒരുക്കമായിരുന്നു. സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്ന അമ്പയുടെ മനസ്സിൽ പ്രതികാരാഗ്നി ആളെ പടരുകയായിരുന്നു. ഭീഷ്മർ തീർത്തും അവളെ അവഗണിച്ചതായി ബോധ്യപ്പെട്ടപ്പോൾ സർവധൈര്യവും സംഭരിച്ചുകൊണ്ട് ഭീഷ്മസന്നിധിയിലേക്ക് നടന്നിരുന്നു. ഭീഷ്മരെ, സ്ത്രീത്വത്തെ കളിപ്പണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തെറിപ്പിച്ച് രസിക്കുന്ന പുരുഷധർമ്മം നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചതാണ്? പറയൂ, നിങ്ങളൊരു ഭീരുവിനെ പോലെ നിശബ്ദനാകുന്നതെന്തിനാണ്? നിങ്ങൾക്കറിയില്ല അല്ലേ? സർവവിദ്യാപണ്ഡിതനാണ് നിങ്ങളുടെ ജ്യേഷ്ഠൻ വ്യാസഭഗവാനില്ലേ? അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നത് കൊണ്ട് അഭിമാനം ഉണ്ടാകുമെന്ന് ഏതോ ഉപനിഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഭീഷ്മരെ, ചന്ദ്രവംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ നശിപ്പിച്ചത് എന്റെ സ്വപ്നങ്ങളെയാണ്. നിരപരാധിയായ എന്റെ പാതിവൃത്യത്തെ അപമാനങ്ങൾ കൊണ്ട് മൂടാൻ നിങ്ങൾ അവസരമുണ്ടാക്കി. ഞാൻ സത്യം ചെയ്യുന്നു, ഈ ചന്ദ്രവംശം തമ്മിൽ തല്ലി തലകീറും. അതിൽപ്പെട്ട് സകല പാപങ്ങളും തീരുന്നത് ഈ യുദ്ധഭൂമിയിൽ കിടന്ന് നിങ്ങൾ നരകിയാവുന്ന അർപ്പണിക്കും. ഇത് സത്യം, സത്യം, സത്യം. അമ്പയുടെ ശാപവാക്കുകൾ കേട്ട് 14 ലോകങ്ങളും കിടുകിട ഒരു പ്രതികാരമൂർത്തിയെ പോലെ അകലം വിളിച്ചുകൊണ്ട് അവളതാ ആ രാജവീഥിയിൽ കൂടി നടന്നു വരുന്നു. പ്രഭാതം പൊട്ടിവിടർന്നു. നദീതീരത്ത് ധ്യാനനിമഗ്നയായി നിൽക്കുന്നു അമ്പ. അവൾ അമ്മയുടെ കഠിന തപസ് ആരംഭിച്ചു. സാക്ഷാൽ നരകാസുര വൈരിയായ സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാനെ സ്മരിച്ചുകൊണ്ടുള്ള ഘോരമായ തപസ്. ദീർഘകാലം കൊണ്ട് ചണ്ടയാകുന്ന തപസ്സിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭക്തേ, നിന്നെ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിന്റെ ആഗ്രഹം നാം മനസ്സിലാക്കുന്നു. ഇതാ ദിവ്യശക്തിയുള്ള ഈ മാല. ഇത് ധരിക്കുന്ന ഏതൊരു പുരുഷനും ഭീഷ്മരെ നിഷ്പ്രയാസം വധിക്കാം. ഭഗവാൻ അപ്രത്യക്ഷനായി. അമ്പ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. ഭീഷ്മരെന്ന് കേൾക്കുമ്പോൾ ഭയന്ന് വിറക്കുന്ന ആയിരക്കണക്കിന് രാജാക്കന്മാരുണ്ട് ഈ ഭാരതത്തിൽ. അവരെ ആരെങ്കിലും ഈ മാല ധരിപ്പിക്കണം. എന്നിട്ട് ഭീഷ്മരെ അരിഞ്ഞു വീഴ്ത്തണം. എനിക്കത് കണ്ടുകൊടുത്ത് കണ്ട് തൃപ്തിയടയണം. അതാ ആ മാല ഏതെങ്കിലും ഒരു രാജാവിന്റെ കഴുത്തിൽ അണിയിക്കുവാൻ വേണ്ടി ആ രാജവീഥിയിൽ കൂടി നടന്നകലുന്നു. ഈ സമയം ഹസ്തിനപുരിയിൽ നിതാന്ത ദുഃഖം നടന്നിട്ടിരിക്കുന്നു. അംബികയുടെയും അംബാലികയുടെയും തേങ്ങലുകൾ ആ അന്തഃപുരത്തിൽ നിന്നും ഉയർന്നു കേൾക്കാം. കാരണം എന്തെന്നോ, മന്ത്രങ്ങൾ
കോടി പോലും വാങ്ങാത്ത ആ രണ്ട് തരുണീ രത്നങ്ങളെ വിധവകളാക്കിക്കൊണ്ട് വിചിത്രവീരൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. സത്യം അത് പറഞ്ഞുവെങ്കിലും അവരുടെ ഹൃദയം നീറിപ്പിടയുകയായിരുന്നു. കാരണം ഹസ്തിനപുരിക്ക് ഒരു അനന്തരാവകാശിയെ സമ്മാനിക്കാതെയാണ് വിചിത്രവീരൻ ഈ ലോകം വിട്ടുപോയത്. സത്യവതി എന്നല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള ഏതൊരു സ്ത്രീക്കും ആ ദുഃഖം എന്താണെന്ന് മനസ്സിലാകും. ഒരു സ്ത്രീയുടെ ജീവിതം ധന്യമാകുന്നത് അവളെ രമണിയാകുമ്പോഴാണ്. ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാനായി സത്യവതി ഭീഷ്മരുടെ വിശ്രമ ഗൃഹത്തിലേക്ക് നടന്നിരുന്നു. മോനെ സത്യവത, എന്താ എന്താ അമ്മയുടെ മുഖത്ത് ഒരു വിഷാദം? മോനെ, എന്റെ ദുഃഖം എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നിന്റെ അമ്മയിൽ മരിച്ചതിന്റെ അവന്റെ ഭാര്യമാരുടെ കണ്ണുകൾ തോന്നിട്ടില്ല. ചന്ദ്രവംശം എന്നേക്കുമായി തകർന്നു പോകുന്നത് നിനക്ക് സഹിക്കാൻ കഴിയുമോ മോനെ? അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കൂ. ഇതിന് നമുക്കൊരു പരിഹാരം മാർഗമുണ്ട്. അമ്മയുടെ മൂത്ത പുത്രനുണ്ടല്ലോ വേദവ്യാസൻ, ലോകം അംഗീകരിക്കുന്ന ആചാര്യൻ. അദ്ദേഹം വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും. അത് ശരിയാണെന്ന് സത്യവതിക്കും തോന്നി. അപ്പോൾ തന്നെ ഒരു രാജദൂതനെ വ്യാസന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ അതാ വരുന്നു ഒരു സന്യാസി. വ്യാസൻ അമ്മയുടെ അടുത്തേക്ക്, അമ്മേ, എന്തിനാണ് എന്നെ അടിയന്തരമായി വിളിപ്പിച്ചത്? മോനെ വ്യാസ, നിന്റെ അനിയൻ മരിച്ചതിൽ പിന്നെ അവന്റെ പുത്രിമാരുടെ കണ്ണുകൾ തോന്നിട്ടില്ല. കാരണം എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. ഹസ്തിനപുരിക്ക് കരുത്തനായ ഒരു അനന്തരാവകാശി ഉണ്ടാവണം. അതിന് നീ സഹായിക്കണം. രാജമാതാവിന്റെ കൽപ്പനയാണ്. വ്യാസൻ മനസ്സില്ലാ മനസ്സോടെ ആ അന്തപുരത്തിലേക്ക് ചെന്നു. അവിടെ അംബികയും അംബാലികയും ആ താപസ ശ്രേഷ്ഠനെ കണ്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നി. രാജമാതാവിന്റെ കൽപ്പനയാണ്, ധിക്കരിക്കാൻ പറ്റില്ല. അവർ ആ രാത്രി വ്യാസനോടൊത്ത് കഴിഞ്ഞുകൂടി. മാസങ്ങൾ ചിലത് കടന്നുപോയി. ഗർഭം ധരിച്ചതു മുതൽ സന്തുഷ്ടരായി കഴിഞ്ഞ പ്രജകൾ ആ കുട്ടികളെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒന്നിന് രണ്ട് കണ്ണിനും കാഴ്ചയില്ല. മറ്റൊന്ന് പാണ്ട് പിടിച്ചൊരു മാംസപിണ്ഡം. ഇവരാണോ ഹസ്തിനപുരിയുടെ ഭാവി ഭരണാധിപന്മാർ?
ശന്തനു മഹാരാജാവ് ധീരനായ ഒരു ഭരണാധികാരിയായിരുന്നു. ആ വംശപരമ്പര നിലനിർത്താൻ ഒരു അന്ധനും ഒരു പാണ്ഡുരോഗിക്കും കഴിയില്ല. വ്യാസന് കാര്യം മനസ്സിലായി. അദ്ദേഹം വീണ്ടും അംബികയുടെയും അംബാലികയുടെയും അന്തപുരത്തിലേക്ക് ചെന്നു. പക്ഷേ ഇപ്രാവശ്യം അംബികയും അംബാലികയും വ്യാസന്റെ കിടപ്പറയിലേക്ക് പോയാൽ തയ്യാറായില്ല. പകരം തോഴിയെ അണിയിച്ചൊരുക്കി അവർ വ്യാസന്റെ കിടപ്പറയിലേക്ക് അയച്ചു. തോഴി ആലോചിച്ചു, വീണ്ടും കിട്ടിയ ഒരു മഹാഭാഗ്യമാണ്, പോരെങ്കിൽ ഒരു മാമുനി ശ്രേഷ്ഠൻ. അവൾ മനസ്സാ വാച കർമ്മണ ആ താപക ശ്രേഷ്ഠനുമായി ഇഴുകിച്ചേർന്നു. അതിന്റെ ഫലവും അവൾക്ക് താമസിയാതെ തന്നെ കിട്ടി. മഹാഭാരത കഥയിലെ ശ്രദ്ധേയനായ ഒരു കഥാപാത്രം. അംബിക പ്രസവിച്ച അന്ധനായ കുട്ടിക്ക് ധൃതരാഷ്ട്രം, അംബാലിക പ്രസവിച്ച പാണ്ഡുരോഗം പിടിപെട്ട കുട്ടിക്ക് പാണ്ഡു എന്നും നാമകരണം ചെയ്തു. അവർ 3 പേരും വളർന്നു. ആ രാജധാനി സജീവമായി. ഇതാ വിവാഹാലോചനയുമായി കൊട്ടാരവാദത്തിൽ ക്യൂ നിൽക്കുന്നു.